ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. ഞാൻ അസിയ നവാസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ ചമ്മന്തിപ്പൊടിയാണ്. തേങ്ങയും ഉഴുന്നും വറ്റൽമുളകും പുളിയെല്ലാം വച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, നല്ല ഉള്ളുള്ളൊരു തേങ്ങ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ കുറച്ച് ഉണങ്ങിയ തേങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയ തേങ്ങ എന്ന് പറയുമ്പോൾ ഉടയ്ക്കുമ്പോൾ തന്നെ തേങ്ങയും ചിരട്ടയും കൂടി വിട്ടു പോരുന്ന തേങ്ങയല്ല. നമ്മൾ ചിരണ്ടുമ്പോൾ ചില തേങ്ങ ചിരണ്ടുമ്പോൾ പാല് വരും. ഉണങ്ങിയ തേങ്ങ ആകുമ്പോൾ അതിൽ നിന്ന് പാല് വരില്ല. അങ്ങനത്തെ തേങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ഉഴുന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഞാനെപ്പോഴും ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് പൊടിച്ചെടുക്കാറാണ് ചെയ്യാറ്. തേങ്ങയുടെ കൂടെ ഇട്ട് പൊടിക്കുമ്പോൾ ഉഴുന്ന് അങ്ങോട്ട് പൊടിഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ്. വല്ലാതെ നൈസായിട്ട് ഇതിന് പൊടിയണ്ട, എന്നാലും നമുക്ക് ഉഴുന്ന് അങ്ങോട്ട് വല്ലാതെ കടിക്കും പോലെ തോന്നും. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കാം. ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഒരു 3.5 കപ്പ് തേങ്ങയുണ്ട്. ഇത് ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വലിഞ്ഞ് കിട്ടണം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്കിട്ട് പതുക്കെ വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് എരിവിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മളത് അവിടെ നിന്ന് മാറിപ്പോവാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരുന്ന് തന്നെ അത് വറുത്തെടുക്കണം. അല്ലെങ്കിൽ തേങ്ങ കത്തിപ്പോവും. കത്തിപ്പോയാൽ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് കത്താതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്നങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്ക് തേങ്ങ ഒരേപോലെ വറുത്ത് കിട്ടണമെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് വറുത്താൽ മതി. ചിലപ്പോൾ ചിരകുമ്പോൾ വലിയ പീസായിട്ട് കിട്ടും. അത് മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചിരകിയിട്ട് എനിക്കങ്ങനെ കറക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്നും ഇട്ട് അടിച്ചിട്ടില്ല. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടിയിലേക്ക് വേണമെങ്കിൽ ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ ചേർക്കാം. പക്ഷേ അത് ചേർക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം വെളിയിൽ തന്നെ ഇരുന്നോളും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മതി. ഇതിന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഉഴുന്നൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല, ചെറിയ തരിയുണ്ട്. പക്ഷേ ഇത് നമ്മൾ തേങ്ങയുടെ കൂടെ ഇട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഇത്രയും കൂടെ പൊടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ടിട്ട് പൊടിച്ചത്. അപ്പോൾ ഇതിന് തേങ്ങയുടെ കൂടെ ചേർത്തൊന്നുകൂടെ പൊടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. വല്ലാതെ സ്പീഡിലിട്ട് അടിച്ചാൽ തേങ്ങ നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോവും. എന്നിട്ടതിൽ എണ്ണ നമുക്ക് നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. അതുപോലെ വരാൻ പാടില്ല, പൊടിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ തേങ്ങ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇതുപോലെയാണ് പൊടിയേണ്ടത്. അരഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.